പരീക്ഷിക്കാൻ വേണ്ടിയും അവർക്ക് മുഅ്ജിസത്തും സിഹറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയും അല്ലാഹു തആല അവർ രണ്ടുപേരെയും ഭൂമിയിലേക്ക് ഇറക്കിയതായിരുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മരണശേഷം യഹൂദികൾ അത്യധികം അപകടകരങ്ങളായ ആരോപണങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. സുലൈമാൻ നബി അലൈഹിസ്സലാം വരുന്നതിന് വളരെ മുമ്പ് നടന്ന ചില സംഭവങ്ങൾ ആദ്യം പറയാം. പിശാചുക്കൾ വാനലോകത്തേക്ക് കയറിപ്പോവും മലക്കുകളുടെ സംസാരം കേൾക്കാൻ. ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില സംഭവങ്ങളെ കുറിച്ച് മലക്കുകൾ സംസാരിക്കും. പിശാചുക്കൾ എങ്ങനെയെങ്കിലും അത് കേൾക്കും, എന്നിട്ട് ഭൂമിയിലേക്ക് മടങ്ങും. പിശാചുക്കളെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്ന ചില ജ്യോത്സ്യന്മാർ ഭൂമിയിലുണ്ട്. അവർക്ക് പിശാചുക്കൾ വിവരം നൽകും. നടക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ ജ്യോത്സ്യന്മാർ പ്രവചിക്കും. അതങ്ങനെ തന്നെ നടക്കുകയും ചെയ്യും. പാമരങ്ങളായ ജനങ്ങൾ വിശ്വസിക്കും. പിന്നെ പിശാചുക്കൾ സംഭവ വിവരണത്തിൽ വ്യാജം കലർത്തും. ഓരോ പദത്തിലും 70 വ്യാജം കലർത്തി അവതരിപ്പിക്കും. ഈ വ്യാജങ്ങൾ ചിലർ ഗ്രന്ഥങ്ങളിൽ പകർത്തിവെച്ചു. അത് തലമുറകൾ കൈമാറി വിശ്വസിച്ചു വഴിതെറ്റുകയും ചെയ്തു. ജിന്നുകളും പിശാചുക്കളും അദൃശ്യകാര്യങ്ങൾ അറിയുമെന്ന വിശ്വാസം യഹൂദികളിൽ പരന്നു. പിശാച് ആഭിചാരം പഠിപ്പിച്ചു കൊടുത്തു. ആഭിചാര വിദ്യ നാടാകെ പരന്നു. അതിലും നിരവധി ഗ്രന്ഥങ്ങളുണ്ടായി. സുലൈമാൻ നബി